നമസ്കാരം. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ഒരു നടപടിക്രമം നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ ക്ലീൻ ചിറ്റ് നൽകുന്ന ഈ ഒരു നടപടിക്രമം അത്ര നല്ലതായിരുന്നോ എന്നുള്ളതാണ് പിന്നീട് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ നാണയ വിനിമയ ചട്ടം, അതായത് FCRA എന്ന് പറയുന്ന ഒരു നിയമം ലംഘിച്ചു എന്നുള്ളതായിരുന്നു ഈ വി.ഡി. സതീശനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു. ഈ സത്യം പറഞ്ഞാൽ ഈ കേസ് ഉയർത്തിക്കൊണ്ട് വന്നത് ഒരിക്കലും CPM-കാരല്ല എന്നുള്ളതാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന നിലയിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയില്ല. PS രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മുൻ യൂത്ത് കോൺഗ്രസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഈ രാജേന്ദ്ര പ്രസാദ്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ അടുത്ത് നിന്ന് കണ്ട, അടുത്ത് നിന്ന് പരിചയിച്ച, അടുത്ത് നിന്ന് സതീശൻ എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനിലേക്കുള്ള വളർച്ച എപ്രകാരമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന PS രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹമാണ് പരാതി ഉയർത്തിക്കൊണ്ട് വരുന്നത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതായത് അദ്ദേഹം പറവൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് പരവൂരിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ വിദേശത്തേക്ക് യാത്ര നടത്തുകയും അങ്ങനെ വിദേശയാത്ര നടത്തിക്കൊണ്ട് അവിടെ പോയി ഫണ്ട് പിരിവ് നടത്തുകയും ചെയ്തതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലും വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അവിടെ പോയി 500 പൗണ്ട് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് വാദിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നത്, പണം ചോദിക്കുന്നത്. അപ്പം ആർക്ക് വേണ്ടിയിട്ടാണ് വി.ഡി. സതീശൻ ആ പണം? അപ്പം തെളിവ് പ്രകാരം അല്ലെങ്കിൽ വിജിലൻസ് നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം വി.ഡി. സതീശൻ്റെ ഒരു അക്കൗണ്ടിലും ആ തുക എത്തിയിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ UK പോയി പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ എല്ലാം ദരിദ്രവാസികളായിരുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരു പൈസ പോലും വി.ഡി. സതീശൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയില്ല. അപ്പം മറ്റ് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്കാണ് എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മണപ്പാട്ട് ഫൗണ്ടേഷന് വേണ്ടി അവിടെ പോയി ഈ രീതിയിൽ പണം ചോദിക്കാൻ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിന് എന്താണ് അവകാശം? അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ മണപ്പാട്ട് ഫൗണ്ടേഷനുമായി വി.ഡി. സതീശന് എന്താണ് ബന്ധം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ടെന്നേ. ഇവിടെ അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. വി.ഡി. സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടില്ല, പിന്നെ ആരുടെ അക്കൗണ്ടിലേക്കാണ് പണം എത്തിയിട്ടുള്ളത്? അല്ലെങ്കിൽ അവർ പറയണം ഞങ്ങൾ പണം അയച്ചിട്ടേ ഇല്ല, ഞങ്ങൾ പണം നൽകിയിട്ടില്ല എന്ന് വി.ഡി. സതീശനെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ള മലയാളി അസോസിയേഷൻ്റെ ആൾക്കാർ പറയണം. ഞങ്ങൾ പണം കൊടുത്തിട്ടേ ഇല്ല എന്ന് പറയണം. അപ്പോൾ പിന്നെ മണപ്പാട്ടിൽ ഫൗണ്ടേഷനാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ മണപ്പാട്ടിൽ ഫൗണ്ടേഷനും വി.ഡി. സതീശനും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ള കാര്യവും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വിദേശ നാണയ വിനിമയ ചട്ടം നിലനിർത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.ഡി. സതീശൻ ഗുരുതരമായ ചട്ടലംഘനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പം ഇവിടെ അതാണ് വർക്കൗട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ വി.ഡി. സതീശൻ പറഞ്ഞത് ഈ കേസ് എല്ലാം തള്ളിപ്പോയി കോടതിയിൽ നിന്ന്. എന്നാൽ കേസൊന്നും കോടതിയിൽ നിന്ന് തള്ളിപ്പോയിട്ടില്ല എന്നാണ് ജെയ്സൺ പാനിക്കുളങ്ങര എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഈ പറയുന്ന പൊതു താല്പര്യ ഹർജി ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളതാണ്. 1-2 കേസുകളൊന്നും അല്ല ഇതുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളത്. അപ്പം പരാതിയിൽ കഴമ്പില്ലെന്നോ തെളിവില്ല എന്നോ ഇതുവരെ കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് കോടതിയിൽ ഇപ്പോഴും കോടതി തള്ളിക്കളയാത്ത ഒരു കേസ് തന്നെയാണ് ഇപ്പോഴും പുനർജനി ഫണ്ട് തട്ടിപ്പ് കേസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണം നടത്തേണ്ടത് സത്യത്തിൽ കാര്യം വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണോ വി.ഡി. സതീശൻ അവിടേക്ക്? കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടാവണം. അങ്ങനെയാണോ വി.ഡി. സതീശൻ പോയത്? അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. FCRA നിയമലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തേണ്ടത് CBI ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ വി.ഡി. സതീശൻ നടത്തിയിരിക്കുന്നത് ഈ പറയുന്ന ഒരു ആരും അറിയാതെയുള്ള ഒരു യാത്ര എന്നുള്ള നിലയിലാണ് ഈ PS രാജേന്ദ്ര പ്രസാദ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം നടത്തി തെളിവുകളുണ്ട് എന്ന് കണ്ടെത്തുകയും തുടർന്ന് വിജിലൻസ് CBIക്ക് കേസ് കൈമാറാനിരിക്കുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് ആ കൈമാറാനായിട്ട് പോകാതിരുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലായതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാതിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നൊരു വിവരം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ CBI അന്വേഷണത്തിന് വിടാൻ വെച്ചിരുന്ന വിജിലൻസ് അന്വേഷണത്തിൽ തെളിവുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്ന ഈ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ വിജിലൻസിൻ്റെ ഏത് റിപ്പോർട്ട് പ്രകാരമാണ് ഇങ്ങനെ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിജിലൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇങ്ങനെ ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ
അത് ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്നും ഈ പറയുന്ന PS രാജേന്ദ്ര പ്രസാദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന സംസ്ഥാനത്ത് ഇങ്ങനെ പുനർജനി ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെ അടിവരയിട്ട് പറയുകയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്? അപ്പോൾ ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പുനർജനി തട്ടിപ്പ് കേസിനെ വെള്ളപൂശുക ആയിരുന്നില്ലേ രമേശ് ചെന്നിത്തലയുടെ ശ്രമം എന്ന് പല കോണുകളിൽ നിന്നുമുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. അതേ ചോദ്യം തന്നെ ഈ പരാതിക്കാരനായ PS രാജേന്ദ്ര പ്രസാദും ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം ഈ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി VD സതീശനെതിരായി കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയിരുന്ന വിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്കറിയാം. അതായത് VD സതീശൻ്റെ ഒരു പഴയ കാലത്തെ എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം പണ്ട് ആരായിരുന്നുവെന്നും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ എന്നും എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ രാജേന്ദ്ര പ്രസാദ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം VD സതീശനെതിരെ ഏറ്റവും വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നത്. നമ്മൾ കണ്ടതാണ് ഇതെല്ലാം. കണ്ട് പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ തന്നെയാണ് അതെല്ലാം. അപ്പോൾ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത ഒരു കേസ് ഈ പരാതിക്ക് പിന്നാലെ, അതായത് ഈ രാജേന്ദ്ര പ്രസാദ് പരാതി നൽകുന്നതിന് ശേഷം തന്നെ വീഡിയോ ഉൾപ്പെടെയുള്ള എല്ലാ തെളിവുകളും വിജിലൻസിന് നൽകിയിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ, തെളിവുകളൊന്നും ഇല്ലാത്ത കാര്യം കൊണ്ട് ഈ പറയുന്ന ഇദ്ദേഹത്തെ, അതായത് VD സതീശനെ ക്ലീൻ ചിറ്റ് നൽകി എന്ന് രമേശ് ചെന്നിത്തല പറയുന്ന ആ വാദത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പരാതിക്കാരൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമുക്കറിയാം രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ആ രമേശ് ചെന്നിത്തല നേതാവിനപ്പുറത്തേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ജയിൽ വകുപ്പിൽ നിന്നും നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ സുഗതൻ എന്ന് പറയുന്ന കാപ്പ കേസ് പ്രതിക്ക് 6 മാസത്തെ ലീവ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കുലർ നഗരസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. നഗരസഭയിലേക്ക് കൈമാറിയ സർക്കുലർ പിന്നെ ആഭ്യന്തര വകുപ്പിലെ ജയിൽ വകുപ്പിൽ നിന്ന് പോയതാണ്. അത് സർക്കാർ അറിഞ്ഞിട്ടില്ല, ആഭ്യന്തര വകുപ്പ് അറിഞ്ഞിട്ടില്ല, മന്ത്രി അറിഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ സംഭവിക്കുന്ന പലതും നമ്മുടെ രമേശ് ചെന്നിത്തല അറിയുന്നില്ല എന്നുള്ളതാണ്. അതേ തൂഫാന് പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ തൂഫാൻ അത്ര വലിയ സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ അതും അത്ര വലിയ സക്സസ് എന്ന് പറയാൻ കഴിയില്ല. ഈ അങ്ങിങ്ങായി പിടിക്കപ്പെടുന്ന MDMA അതല്ലെന്നുണ്ടെങ്കിൽ കഞ്ചാവോ ഒക്കെ, അല്ലെന്നുണ്ടെങ്കിൽ പെരുമ്പാവൂരിൽ പോയിട്ട് അവിടെ പോയി കുറേ പുകയില ഉൽപ്പന്നങ്ങൾ പിടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു യഥാർത്ഥ കണ്ണിയിലേക്ക് അന്വേഷണം കൊണ്ട് എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എവിടെ നിന്നാണ് ഇത് വരുന്നത്, എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ്, ഇതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ എന്ന് പറഞ്ഞാൽ ഇത്ര 75 ദിവസത്തിനകം ഏകദേശം ഒരു 10-60 ദിവസം കൂട്ടിക്കോളൂ, അല്ലെ പോയിട്ട് ഒരു 50 ദിവസം കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ 1 മാസം കൂട്ടിക്കോളൂ. ഈ 1 മാസം കൊണ്ട് രമേശ് ചെന്നിത്തല നടത്തിയ തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ട് കേരളത്തിൽ എത്ര MDMA ആണ് പിടിച്ചതെന്നും, അല്ലെങ്കിൽ ആ MDMA അല്ലെങ്കിൽ ഈ പറയുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നോ എവിടെയാണ് ഇതിൻ്റെ ഉറവിടമെന്നോ നമുക്ക് കണ്ടുപിടിച്ച് തരാനോ ഒരു സൂചന പോലും നൽകാൻ ഈ തൂഫാനും കൊണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് മറ്റു മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല, അദ്ദേഹം ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല. തൂഫാന് വേണ്ടിയിട്ട് അവിടെ പോകുന്നു, ആൾക്കാരെ കാണുന്നു. ഇപ്പം തൂഫാൻ ബ്രിഗേഡായിട്ട് നമ്മുടെ പാണക്കാട് തങ്ങളെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എവിടെയാണ് ഈ തൂഫാൻ ഇതിൻ്റെ ഒരു സോഴ്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒറിജിൻ എവിടെയാണ്? ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സത്യത്തിലുണ്ട്. അതിനുമപ്പുറത്തേക്ക് തൂഫാനുമായിട്ട് പൊയ്ക്കുള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ തെക്കൻ തീരത്തെ വിഴിഞ്ഞം പോർട്ടിലേക്ക് MSC പോലെയുള്ള കേരളത്തിൽ അല്ലെ ലോകരാജ്യത്ത് ഏറ്റവും അധികം ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ കടത്തിയതിൻ്റെ പേരിൽ നൊട്ടോറിയസ് ആയി മാറിയ ഒരു ഷിപ്പിംഗ് കമ്പനി 49% ഷെയർ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ. അപ്പോൾ ആ ഒരു സാഹചര്യം നിലവിലിരിക്കുമ്പോൾ തൂഫാൻ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പൊതുജനം ചോദിച്ചു തുടങ്ങും. അപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുറച്ച് കയ്യടി മേടിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ പിക്ചർ, ഇപ്പോൾ ഈ പറയുന്ന പോലെ VD സതീശനെ രക്ഷിച്ചു. ഇനി ഈ CBI അന്വേഷണത്തെ ഭയന്നിട്ടാണോ VD സതീശൻ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ പോകുന്നത് എന്ന് പറയുന്ന വേറൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. കാര്യം FCRA നിയമം കിടക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ നമുക്ക് ചോദിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.